പൊന്മാനെ നിന്നെ തേടി ഞാൻ വർണ്ണപ്പൂമേയിൽ തലോടാൻ മാത്രം നീലക്കൺകോണിൽ നിലാവോ നിന്നുള്ളിൽ തുളുമ്പും നൂറായിരം ആശയേകും ഹിമസാഗരമോ മായ പൊന്മാനെ നിന്നെ കണ്ടു ഞാൻ കന്നിപ്പൂമയിൽ നിറമേകും മതമാടാ മായ പൊന്മാനെ നിന്നെ തേടി ഞാൻ വർണ്ണപ്പൂമേയിൽ തലോടാൻ മാത്രം കൊച്ചെ കൊച്ചെ ഒന്ന് നിന്നേ. നമ്മുടെ ഈ മേസ്ത്രിയുടെ വീട് ഏതാ? മേസ്ത്രിയോ? ആ, ഈ കെട്ടിടം പണിയൊക്കെ മേൽനോട്ട് നടത്തുന്ന മേസ്ത്രി ഇവിടെ അടുത്തെവിടെയാണ്. സുകുമാരൻ, ഭാര്യയുടെ പേര് കാഞ്ചന. ആ കാണുന്നത് തന്നെയാ. ഓ തള്ള വന്നു. നിന്നോട് പോവാനല്ലേ പറഞ്ഞേ? പോവാൻ കെട്ടുമുട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാം മനുഷ്യന് നേരം കടത്താനായിട്ട്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലടി മോളെ അമ്മായി വന്നത്. ഓ പിന്നെ ഒരാളുടെ ശല്യം വേണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെയും സ്വരം തല്ലാന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുന്നവരെ നല്ല അന്തസ്സുള്ളവരാ. ഈ കാലത്തിലാണ് നിങ്ങൾ സുഖേട്ടൻ്റെ ബന്ധു എന്നറിഞ്ഞാൽ പിന്നെ സുഖേട്ടൻ ജീവിച്ചെന്നിട്ട് കാര്യമില്ല. അതിന് മാത്രം എനിക്ക് എന്താടി ഒരു കുറവ്? നിങ്ങളാ പോവാൻ പറഞ്ഞത്. എടി നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെങ്കോതനുണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളർത്തിയോളാടി ഞാൻ. അപ്പുറത്തപ്പുറത്തുള്ളവർക്ക് കേക്കല്ലുണ്ട്. ഈശ്വരാ കേക്കട്ടടി, എല്ലാവരും കേക്കട്ടെ. നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളി ഉണ്ടല്ലോ, ചേട്ടനനിമാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വേഷവിത്ത നിനക്ക് ഞാൻ വെച്ചണ്ടടി. അമ്പടി, നിനക്കെന്റെ സ്വഭാവം അറിയില്ല അല്ലേ? വേണ്ട വേണ്ട, ഈ കരച്ചിലും പേച്ചിലും ഞാൻ കുറെ കണ്ടതാണ്. സുഖേട്ട, ഞാൻ മനഃപൂർവ്വം, എനിക്ക് സുഖേട്ട മാത്രമല്ലേ ഉള്ളൂ. നീയാണ് എന്നെ കള്ളനാക്കിയത്. ഒരിക്കലോ ഇനി ഒരിക്കലും ഇനി എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ചേട്ടനില്ലേ? സുഖേട്ടൻ അല്ല, ഒന്ന് വിളിച്ച തിരക്കില്ലായിരുന്നു. സുഖേട്ടൻ ഇവിടെ ഇല്ല. ഇല്ലേ? പോലീസ് ലോക്കപ്പിലാണല്ലേ? ഞങ്ങളെ തമ്മിലടുപ്പിച്ച് വിജയിച്ച മട്ടിലെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അത് പോലീസ് ലോക്കപ്പിലേക്കുള്ള പോക്കായിരിക്കുന്നു തീരെ കരുതിയില്ല. പൊറുക്കണം, മാപ്പാക്കണം. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ചേച്ചി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. കഴിഞ്ഞെല്ലാം മറക്കുമെങ്കിൽ എന്നോട് പൊറുക്കണം. മാനസരാഗം തേടി ജീവിതഗാനം പാടൂ മണിവർണ്ണത്തിൽ. ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. കാരണം കറക്റ്റ് നമുക്ക് ശ്രീനിവാസൻ ഉർവശി ആ ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എന്തായാലും നമുക്ക് ചേട്ടനോടും ചേച്ചിമാരോടും ചോദിക്കാം. അമ്മു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. മോന്റെ പേരെന്താ? ആന്റണി ഷൈൻ. കാണുന്ന പോലെയല്ല. ആന്റണി ഷൈൻ. ആന്റണി ഷൈൻ. ആന്റണി നന്നായിരുന്നു. എന്താണ് നീ ഇടയ്ക്കിടയ്ക്ക് മുഖം പൊത്തുന്നത്? ചെറിയ ശരീരം, വലിയ പേര്, വലിയ മീശി. മോളുടെ പേരെന്താ? ആൻമരിയ. നന്നായിരുന്നു. ലൈക്ക് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പാട്ട് നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ഈ ഒരു ആക്ടർ നല്ലോണം കോംപ്ലിമെന്റ് ചെയ്തു. ഇതാരാ കോറിയോഗ്രാഫ് ചെയ്തത്? എൻ്റെ അമ്മയും പിന്നെ ഞാനും കൂടെ ഒന്ന് ചെയ്തതാണ്. അപ്പോൾ അമ്മ എനിക്ക് അതിൻ്റെ ഭാവം ഇതൊക്കെ പറഞ്ഞു തന്നു. എക്സ്പ്രഷൻ വാസ് എല്ലാം അടിപൊളിയായിരുന്നു. അത് മോള് കഴിഞ്ഞത്തെ ആക്ടിൽ തന്നെ എല്ലാം പ്രൂവ് ചെയ്തതാണ്. സോ എനിക്ക് ലൈക്ക് അതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ എക്സ്പെക്ട് ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ വെരി നൈസ് പെർഫോമൻസ്. അടുത്ത പ്രാവശ്യം ഇതിലും കിടലാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
സൗഭാഗ്യ. നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു, മോളുടെ പെർഫോമൻസ് കണ്ടിരുന്നു. യു ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ്. മോളുടെ ഡയലോഗ് ഡെലിവറി ആയാലും എക്സ്പ്രഷൻസ് ഒക്കെ ആണെങ്കിലും നല്ല രസമാണ്. മോൾ ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. സോ ഫസ്റ്റ് ഷെഡ്യൂൾ ഓക്കെ, അമ്മ ട്രെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ്, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഈ ഷോ ഒരു വലിയൊരു ഷോ ആണിത്. അപ്പോൾ ഇതിൻ്റെ റീച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹ്യൂജ് ഓഡിയൻസിലേക്കാണ് എത്തുന്നത്. സോ ഈ ലെവൽ അങ്ങോട്ട് പോകുന്തോറും കുറച്ച് നമ്മൾ പ്രൊഫഷണലായിട്ട് ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തി വേണം ചെയ്യാനായിട്ട്. അതായത് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഒക്കെ ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മളുടെ ഐഡിയാസിനെക്കാട്ടിലും ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ നല്ല ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചും കൂടി മോൾക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫോമറാണ് മോൾ. ഭയങ്കര എനർജിയൊക്കെ ഉള്ള ഒരു മിടുക്കി കുട്ടിയാണ്. സോ ആ മിടുക്കൊക്കെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നത് നല്ലൊരു കൊറിയോഗ്രാഫർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററിന് പറ്റുമായിരിക്കും. സോ അവരെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ ആൻജോലിൻ്റെ അമ്മയുടെ അടുത്താണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. നല്ലതാണ്, നിങ്ങളുടെ ഐഡിയാസ് നല്ലതാണ്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഒരാളെയും കൂടെ ഇൻവോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വേറെ ആയിരിക്കും. ബട്ട് നല്ലോണം പെർഫോം ചെയ്തു 3 പേരും. ശ്രീനിവാസൻ കിടിലമായിരുന്നു, ചിരി വരുമായിരുന്നു കണ്ടിട്ട്, അടിപൊളിയായിരുന്നു. ഫിലോമിനായിട്ട് വന്ന ആൾ എക്സ്ട്രാ ഓർഡിനറി, സൂപ്പർബായിരുന്നു. ടൈമിങ്ങും എക്സ്പ്രഷൻസ് ഒക്കെ സൂപ്പർബായിരുന്നു. ആൻജലിനെ പറയേണ്ട ആവശ്യമില്ല, എപ്പോഴും അടിപൊളി പെർഫോമറാണ് ആൻജലിൻ. സോ ഇത് കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. ഓക്കെ, കേട്ടോ. ഞാൻ ആദ്യം ശ്രീനിവാസനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടാ, നമ്മൾ അമ്മൂനൊരു പേരായിരുന്നു. ഹൈറ്റ് വൈസ് എല്ലാം സെയിം. ഞങ്ങൾ ചെറിയ ഹൈറ്റ് കുറഞ്ഞവരൊക്കെ ഭയങ്കര ക്യൂട്ടാക്കാണ്. അത് ശരിക്കും നമ്മളെ ആനെ ഇവിടെ കൊണ്ടിരുത്തിയിട്ട് അമ്മൂനെ സൗഭാഗ്യനും കൂടെ ആ റോളിൽ വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിരുന്നു. ശ്രീനിവാസന് കറക്റ്റ് ആയിരുന്നു. നമുക്ക് ആനും ഞാനും കൂടെ ഇവിടെ ഒന്ന് രസിച്ചേനെ കുറച്ച് കണ്ട്. ആൻ ശരിക്കും എങ്ങനെയാണോ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം എല്ലാം എടുത്തിട്ട് കരഞ്ഞ് സോപ്പിട്ടാണോ മേടിക്കുന്നത്? ആണല്ലേ. ആഞ്ചലിന്റെ അമ്മയാണോ അപ്പൊ മറ്റേ ശ്രീനിവാസന്റെ റോൾ ചെയ്യുന്നത്? പപ്പയാണ്. ഇതേ ക്യാരക്ടറാണോ? അല്ല അങ്ങനെ എല്ലാം ഒന്നും ചോദിക്കാറില്ല, കുറച്ചേ ഉള്ളൂ അല്ലേ? ഗോൾഡ് ഒന്നും ഇല്ല, ചെരുപ്പും ഡ്രസ്സൊക്കെ. ഇഷ്ടപ്പെട്ടത് ആകെ ഒരു കാര്യം മാത്രമേ ചോദിക്കത്തുള്ളൂ, അത് കിട്ടിക്കഴിഞ്ഞാൽ ആള് ഹാപ്പിയാണ്. എന്താണ് ഇഷ്ടപ്പെട്ട കാര്യം? എന്തോ അല്ല, അവിടെ ഷോപ്പിങ്ങിന് പോകുമ്പോ എന്താണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ അത് കിട്ടും വരെ എങ്ങനെ നിൽക്കും. ഭയങ്കര ശല്യമായിരിക്കും. സെന്റിമെന്റ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമായിരിക്കും. അയ്യോ, ഒരുപാട് സംസാരിക്കാനേ കൊള്ളത്തില്ല, മുഖത്ത് നോക്കാൻ പോലും പറ്റത്തില്ല. ശരിക്കും ഇവിടെ എടുത്ത കഥാപാത്രം കറക്റ്റ് ആണ്. എന്തായാലും വളരെ മനോഹരമായിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ടുള്ള പെർഫോമൻസ് നമ്മളെ സൗഭാഗ്യ പറഞ്ഞ കുറച്ചുകൂടെ ഒരാളെയും കൂടെ വെച്ച് കുറച്ചുകൂടെ ഒന്ന് സ്പെഷ്യൽ ആക്കിക്കോ. പിന്നെ സൗഭാഗ്യ ചേച്ചി അന്നോട് പറഞ്ഞില്ലേ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യാന്ന്, അത് ഇന്ന് ചെയ്യണോ? എന്ന് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ജസ്റ്റ് അതിന് തൊട്ട് മുന്നേ പറഞ്ഞാൽ നമുക്ക് എന്ന് വേണമെങ്കിലും ചെയ്യാം. ആൻജലിന് എന്നാണോ ചെയ്യേണ്ടത് അന്ന് നമുക്ക് ചെയ്യാം. ഇന്ന് ചെയ്യണം. എടുത്തു വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്ലാൻഡ് ആയിട്ടുണ്ടോ ഡബ് സ്മാഷ്? ഡബ് സ്മാഷ് ചേച്ചിക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഒന്ന് സൗഭാഗ്യം കൂടെ പുള്ളിക്കാരിക്ക് ഡബ് സ്മാഷ് ചെയ്താൽ മതി. ഞാൻ തോന്നുന്നത് ഈ സംഭവത്തിൽ മറ്റേ ഫിലോമിനയുടെ റോള് വേണമെങ്കിൽ സൗഭാഗ്യം ചെയ്തോ. കൊച്ചെ ഒന്ന് നിന്നേ, നമ്മുടെ ഈ മേസ്ത്രിയുടെ വീട് ഏതാ? മേസ്ത്രിയോ? ആ, ഈ കെട്ടിടം പണിയൊക്കെ മേൽനോട്ട് നടത്തുന്ന മേസ്ത്രി ഇവിടെ അടുത്തെവിടെയാണ്. സുകുമാരൻ, ഭാര്യയുടെ പേര് കാഞ്ചന. ആ കാണുന്നത് തന്നെയാ. ഓ തള്ള വന്നു. നിന്നോട് പോവാല്ലേ പറഞ്ഞ? പോവാൻ കെട്ടുമുട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്ക മനുഷ്യനെ നടത്താനായിട്ട്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലടി മോളെ അമ്മായി വന്നത്. ഓ പിന്നെ ഒരാളുടെ ശല്യം വേണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നത്. ഇവിടെയും സൗകര്യം എന്തെല്ലാന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുന്നവരെ നല്ല അന്തസ്സുള്ളവരാ. ഈ കാലത്തിലുള്ള നിങ്ങൾ സുഖേട്ടൻ്റെ ബന്ധു എന്നറിഞ്ഞാൽ പിന്നെ സുഖേട്ടൻ ജീവിച്ചെന്നിട്ട് കാര്യമില്ല. അതിന് മാത്രം എനിക്ക് എന്താടി ഒരു കുറവ്? നിങ്ങളോടാ പോകാൻ പറഞ്ഞത്. എടി, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെൺകോതനുണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളച്ചോളാടി. ഞാൻ അപ്പുറത്തപ്പുറത്തുള്ളവർക്ക് കേക്കൊല്ലണ്ട് ഈശ്വരം. കേക്കട്ടടി എല്ലാവരും കേക്കട്ടെ. നിങ്ങൾ എല്ലാവരും അറിയണം, ഈ ഭദ്രകാളി ഉണ്ടല്ലോ, ചേട്ടനീമാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു വന്നിരിക്കുന്ന വേഷവിത്ത നിനക്ക് ഞാൻ വെച്ചണ്ടടി. അമ്പടി, നിനക്കെന്റെ സ്വഭാവം അറിയില്ല അല്ലേ?
നല്ലൊരു പെർഫോമൻസ് ആയി. സൗഭാഗ്യ ചേച്ചിയുടെ കൂടെ ഒരു ഡബ് സ്മാഷും എന്തായാലും സാധിച്ചിട്ടി അല്ലേ? എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ലൈവ് ഡുവറ്റ് ഒരു സ്മോൾ ബേബി ആയിട്ട് ഞാൻ ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു എൻജ്വൽ, എന്നെയും കൂടി ഇൻവൈറ്റ് ചെയ്ത് ഈ സീൻ ചെയ്തതിന്. താങ്ക് യു. ഓക്കെ, എന്തായാലും നല്ല കമന്റ്സ് ആണ് ജഡ്ജസിൻ്റെ നിന്ന് കിട്ടിയത്. അടുത്ത പെർഫോമൻസസ് ഒക്കെ ഇതിൽ നിന്നും നല്ല സ്പിരിറ്റോട് കൂടി നന്നായിട്ട് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.